ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ സാധാരണ വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ അല്ലേ കാണിക്കാറ്. പക്ഷെ നമ്മൾ ഇന്ന് ഞാൻ നമ്മളെ പട്ടാമ്പി എൻ്റെ വാപ്പല്ലേ, വാപ്പാനെ കൂടെ നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ. നമുക്കിനി കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള വീഡിയോ ഉണ്ടാവുക. അപ്പം നമ്മൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ. ഇവിടെ ഇന്നുമോളും സായിക്കുട്ടിയും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അധികം നേരം വൈകിപ്പിക്കാതെ നമ്മളെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ പരന്ന് കിടക്കുന്നത്. ഇനി ഇതൊക്കെ ഓർഡർ ആക്കിയിട്ട് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഞാൻ ഇങ്ങനെ നമുക്ക് ഒരു ദിവസം ഫുള്ള് ഈ ട്രെയിനിൽ ഇരിക്കേണ്ടി വരും, 2 രാത്രി ഇരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ട്രെയിനിലത്തെ ഫുഡ് കഴിക്കുന്നത് വലിയ സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി ചേർത്തിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുകൊണ്ട് കുറേ ചപ്പാത്തി ചൂടാനുണ്ട് നമുക്ക്. പിന്നെ ഞാൻ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫ്ലാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലാസ്ക് കേട്ടോ. ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡാണ് അത്രേ, ഗ്യാരണ്ടിയോ സംതിങ്. അതുകൊണ്ട് ഈ കവർ നമുക്ക് വലിച്ചെറിയാൻ പറ്റത്തില്ല. നമ്മൾ റാക്കിൻ്റെ മുകളിൽ കിട്ടണം. നമുക്ക് റാക്കിൻ്റെ മുകളിൽ പിന്നെ അതിനാണല്ലോ. ഇതാണ് നമ്മളെ പുതിയ ഫ്ലാസ്ക് കണ്ടോ. അതറിയില്ലേ, രസമായിട്ട് പുതിയ ഫ്ലാസ്ക്. ഇതിൽ നമുക്ക് ചൂടുവെള്ളം ചായയൊക്കെ നിറച്ച് കൊണ്ടുപോകണം കേട്ടോ. ഈ ഒരു സാധനം നേരെ റാക്കിന് മുകളിൽ ഇട്ടാൽ മതി. അവൻ്റെ അവിടെ ഇരുന്നോളൂ. ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ റാക്കില്ലേ. എൻ്റെ അമ്മ പറയും വീട് കയറ്റുമ്പോൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ റാക്കന്നെ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ അറിയാതെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടേച്ചും പോകും അതന്നെ. അപ്പോൾ നമുക്കിനി കുറേ ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്. നമുക്കത് ചെയ്യാം. നമുക്കിത് രാത്രി 10:45 ട്രെയിൻ കേട്ടോ. നമ്മൾ പട്ടാമ്പിയിൽ നിന്നാണ് ട്രെയിനിൽ കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വക ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പട്ടാമ്പിക്ക് ഇവിടുന്ന് ഒരു 7 മണിക്കാണ് പോകാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. 7 മണിക്ക് പോകണം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ പിന്നെ ബീഫ് മുറിക്കാനുണ്ട്. ബീഫ് ഒരു പ്രത്യേക തരത്തിൽ കുക്ക് ചെയ്ത് കൊണ്ടുപോകണം. നമുക്ക് ട്രെയിനിലത്തെ ഫുഡൊന്നും കഴിച്ചാൽ ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ബീഫ് വരട്ടിയത് പറഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ടുള്ള സംഭവം അങ്ങനെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ ക്ലീനിങ് ഉണ്ട്. അങ്ങനെ 100 കൂട്ടം ജോലികളുണ്ട്. അതിനിടയിലേക്ക് ഒരു ഡ്രസ്സും തയ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. കേട്ടോ, കിച്ചണൊക്കെ ആകെ വൃത്തിയോടെ കിടക്കുകയാണ്. പാത്രങ്ങൾ കഴുകാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഇരിക്കുന്ന ബീഫ് നമുക്ക് വെട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇത് 2 തരത്തിലുള്ള ബീഫ് മുറിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഒന്ന് നമ്മൾ നെയ്യില്ലാത്ത പീസുകൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ഡ്രൈ ആയിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വെട്ടി വെച്ചിരിക്കുന്ന ബീഫ്. പിന്നെ ഇത് നമുക്ക് കുറച്ച് എല്ല്, കരള്, പിന്നെ കുറച്ച് നെയ്യ്, അതൊക്കെ ഉള്ള പീസുകളാണ്. ഇത് കുട്ടികൾക്ക് നമുക്ക് കറി വെച്ച് കൊടുക്കാം. കുട്ടികൾ ഇവിടെ വെച്ചിട്ട് അത് അവർക്ക് കറി വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുക്കട്ടെ. അങ്ങനെ ഇനി അടുത്തതായിട്ട് കുക്കിംഗ് പരിപാടിയാണ്. ബീഫ് മാത്രം നന്നാക്കിയാൽ പോരാ, അതിൻ്റെ ഇടയിൽ നമുക്ക് അലക്കാനുണ്ട്. അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 16 കൂട്ടം പണികളാണ് ഒരേ സമയം
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സൂരത്തിൽ നിന്നാണ് കേട്ടോ. അവിടെ നല്ല സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഇന്ന് നമുക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ബാഗാണ് ഞാനിപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എല്ലാം ഈ ലാസ്റ്റ് ടൈമിൽ കുറച്ച് ധൃതി പിടിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഉഷാറ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ സായിക്കുട്ടി സ്കൂൾ ബാഗിലും പിന്നെ ആ ഒരു മാക്സിന്ന് വാങ്ങിച്ച നീല ബാഗിലുമാണ് സംഭവങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ഇറച്ചി നല്ല ഡ്രൈ ആക്കിയിട്ട് വേവിക്കുക എന്ന് പറഞ്ഞില്ലേ, അതിൽ തക്കാളി പച്ചമുളക് ഇടത്തില്ല. ബാക്കി എല്ലാം സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുറച്ച് കുറച്ച് ഇടാം. പിന്നെ നമ്മൾ ഇടുന്ന പൊടികളും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യാനുസരണം ഇട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുക. അതിൽ നെയ്യ് നെയ്യിന്റെ പീസ്, എല്ലിന്റെ പീസ് അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. നെയ്യിന്റെ പീസ് ഒന്നും തീരെ ഇല്ലാതെ നോക്കണം. പിന്നെ അത് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് വറുത്തെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇടാൻ വേണ്ടത് കേട്ടോ. അപ്പൊ പറഞ്ഞു ഇച്ചിരി വേപ്പില കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ കുറച്ച് വേപ്പില ഇട്ടു, പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടു. അപ്പൊ നമ്മൾ കൊണ്ടുപോകാൻ ഈ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗുജറാത്തിക്കാണ് പഠിച്ചോനെ ബീഫ് കൊണ്ടുപോകണേ, എന്താവുമോ എന്തോ. അപ്പൊ നമ്മള് എന്താ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇവിടെയാണ് നമ്മൾ ഈ ബാഗൊക്കെ ഉണക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ, എനിക്ക് കുറച്ച് വേറെ പണിയുണ്ട്. അങ്ങനെ ഗായ്സ്, ഞാൻ ആഗ്രഹിച്ച നിമിഷം വന്നെത്തി. നമ്മൾ ഇന്നിമോൾ കോളേജ് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പാക്കിംഗ് ജോലിയിലേക്കും കിടക്കും, ഇന്നിമോൾ കിടക്കും. ആണോ? ഇവിടെ ഇതൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ വൃത്തിയാക്കി വെക്കണ നല്ലത്. അല്ലെങ്കിൽ അമ്മ പോയി തിരിച്ചാണ് കേറുമ്പോ വൃത്തിയാക്കുന്നേ. അമ്മ പോയാൽ പണി എടുക്കത്തില്ല, തിന്നാ പിന്നെ കോളേജിൽ പോകണ്ട, അതാണ് സങ്കടം. കോളേജിൽ പോയി എടുക്കാൻ പറ്റില്ല, ഡെയിലി പോകേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവിടെ വീട്ടിൽ ഞാൻ പോണേന് ഇവര് രണ്ടുപേരും ഭയങ്കര സന്തോഷം. സായിക്കുട്ടി വരട്ടെ, ഒരു എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു. സന്തോഷമൊന്നുമില്ല, ഞാൻ അമ്പലത്തിൽ ചായ കടി ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. എന്റെ സ്വസ്ഥത കേടില്ലല്ലോ. നോ നോ എന്ന് വിളിക്കണത് അമ്മ ഇന്നൊന്ന് വിളിക്കണേ മാത്രമേ കുറവുള്ളൂ. പണികൾ ഞാൻ അപ്പുറം കൊടുക്കണം, അല്ലാതെ കുറവില്ലല്ലോ. ഒരു പണികൾ നമുക്ക് സമാധാനമാണ് ഏറ്റവും വലുത്. അതുണ്ടാവൂലേ? അങ്ങനല്ല, നമുക്ക് വീഡിയോ എടുത്തോ, വീഡിയോ എടുത്തില്ലേ, പണി എടുത്തോ, പണി എടുത്തില്ല, ആ ചോദ്യം ഇല്ലാതെ സമാധാനമായിട്ട് ഇരിക്കുക. ഭയങ്കര സമാധാനമാണ് മനുഷ്യന്മാർക്കൊക്കെ വന്നത്. അപ്പൊ തൽക്കാലം വെറുകിക്കോ, ജോലി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള കളിയൊക്കെ മതി. എന്തായാലും കുറച്ച് ദിവസത്തിന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. അതെ, പറയോ. ഇത് ഞാനേ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കറുപ്പ് ഒരു ചുരിദാർ, അതിനൊരു ഷാളുണ്ട്. അതിന്റെ മുകളിൽ എവിടെ ഇങ്ങനെ നോക്കട്ടെ, അതിന്റെ മുകളിൽ കറുപ്പ് മുത്തുകൾ ഇന്നുമോളെ ഒട്ടിച്ചു തന്നിട്ടുണ്ട്. ഇന്നുമോൾ നല്ല ക്രിയേറ്റിവിറ്റി കണ്ണാപ്പേറ്റ് കോളനി ഇങ്ങനെ ഒട്ടിക്കുക. ഞാൻ കാണിച്ചാലോ വെറൈറ്റി എന്നിട്ട് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് നല്ല ബാലുണ്ട്. ഫാഷൻ ഡിസൈനർ ആയിരുന്നു ആലോചിക്കുക. ഓ, തൽക്കാലം വേറെ കാണിക്ക്. സോറി, എന്നാ പെർക്ക്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്ക് നെയ്ച്ചോറും പിന്നെ ഞാൻ ബീഫ് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും അച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. ബീഫ് ഡ്രൈ ആക്കിയത് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, കാരണം ഞങ്ങൾക്ക് കൊണ്ടുപോകല്ലേ ട്രെയിനിൽ. ബീഫ് ഡ്രൈ ചെയ്തത് എങ്ങനെ ഉണ്ട് നോക്കിയോ, കഴിച്ചു നോക്കിയോ. ശരിക്കുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. ഉണ്ട്, നമ്മള് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കൂലേ ചീരകട്ട ബീഫ്, സെയിം ടു സെയിം. അത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ട്രിപ്പിന് പോകാൻ വേണ്ടിയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു ഡ്രസ്സിൻ്റെ കുറവുണ്ടെന്ന് പറയുന്നത്. അപ്പം തന്നെ ഞാൻ നേരെ പോയിട്ട് ഫാമിലി പോയിട്ട് ഞാൻ 2 ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഒരു ചുരിദാർ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, പിന്നെ ഞാൻ 2 ചുരിദാർ വാങ്ങിച്ചിട്ട് എനിക്കറിയില്ലേ. ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ 2 വാങ്ങിക്കും. അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഗായ്സ്. ഞാനിവിടെ എന്ത് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അത് ടൈറ്റാക്കി ഞാനിടും. ഞാൻ അത്യാവശ്യം ഇടുള്ളൂ. പിന്നെ അത് ഓള കസ്റ്റമില്ല കാര്യം, ഓള ഷേപ്പിലെ കാര്യം ചുരിദാർ. ഞാൻ എവിടേക്കൊരു ധൃതിയിൽ പോകാൻ ഡ്രസ്സ് ഇട്ടാൽ കാണാം അത് ഭയങ്കര ടൈറ്റ്. അത്ര ടൈറ്റ് ഒന്നല്ല, ഇല്ല ഇത് അമ്മന്റെ ഭാഗത്ത് ലൂസ് ആക്കിയിടുന്നു. എന്റെ തടിക്ക് എത്തി, അതെ തടി എത്തിയ കാരണം എക്സ്പ്രഷൻ കാണിക്കട്ടാ. ഉണങ്ങിയ ഡ്രസ്സ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇമ്മച്ചി എപ്പോഴും പറയും, ഇമ്മച്ചി ആദ്യം നമ്മൾ എന്നിട്ട് വന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പിന്നെ വേറെ അതിനെക്കാട്ടി നല്ല വന്ന അമ്മച്ചി പറയും ഇനിയിപ്പോ എന്തും പറയായിരുന്നു. അതേപോലെ ഞാൻ മമ്മോട് പറയണം ഇനിയിപ്പോ എന്തും പറയാം. ഫസ്റ്റ് ഒരു അങ്ങിയ തുണി എടുത്ത് വന്നിട്ട് ഇപ്രാവശ്യം എല്ലാ എക്സ്പെക്ടേഷൻസും ഇത് ഷാർട്ട് നോക്ക്, ഇത് ഷാളല്ല, അത് ടോപ്പ്. ഇട്ടോക്ക്
ഒറ്റ പ്രാവശ്യം ഇടാൻ കിട്ടുള്ളൂ. മമ്മ ഒരു പ്രാവശ്യം ഇട്ടുള്ളൂ, അത് ഞാൻ എടുത്തക്കണമൊന്നുമല്ല. മോഡൽ ഡ്രസ്സാണ് ഇത് കൊള്ളാം, അപ്പൊ അത് കൊണ്ടുപോയി. സൂപ്പർ. ഇതല്ല, ഞാനിത് മറ്റപ്പോ തന്നെ കാണിച്ചു തരാൻ പാടില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത കളറാണ്, അല്ല ഇല്ലാത്ത കളറാണ്. ഷാള കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? അടിപൊളിയായിട്ടില്ലേ? അത് പ്രശാന്തിയിലാണോ? ഓക്കെ ഗായ്സ്, അതിന് കുറെ പണിയുണ്ട്. നമ്മുടെ സായിക്കുട്ടി സ്കൂളിൽ വന്നിട്ടുണ്ടോ? എടാ മമ്മ ഗുജറാത്തിൽ പോകുന്ന തന്നെ അഭിപ്രായം? അനക്ക് വിഷമമുണ്ട് എന്നെ കാണാഞ്ഞിട്ട്? വിഷമം കുഞ്ഞ് കരയോ? ഇനിയിപ്പോൾ എന്താ കഴിക്കുന്നത്? ഇവിടെ ഞാനേ കൊണ്ടുപോകാൻ വേണ്ടി ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് വേഗം ബീഫ് വെച്ചിരിക്കണം. എല്ലാവരും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചായ കൊടുക്കും. ഇവിടെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി നമുക്ക് ചായ ഉണ്ടാക്കി തരും. അതാരാണ് ആ കുട്ടി? ആരാണ് ആ കുട്ടി? അതാണ് സായിക്കുട്ടി. എങ്ങനെയാണ് ഈ കാപ്പി ഉണ്ടാക്കിക്കണത്? എങ്ങനെ ഈ കാപ്പി ഉണ്ടാക്കി സായിക്കുട്ടിയെ? ആണോ? ഇനി സായിക്കുട്ടി നമുക്ക് ചായ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അതെല്ലാവർക്കും ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാവരും കുടിപ്പിക്കും ചെയ്യും. കുടിക്കണം പറയും, ഇത് എല്ലാവർക്കും കൊടുക്കും. അതാണ് സായിക്കുട്ടി. നമ്മൾ സമയം 4:30 മണിയാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് എല്ലാം തുമ്പിയിൽ ചെയ്യുന്നതാണ് ഡ്രസ്സ്. കണ്ടോ, എൻ്റെ കുട്ടിക്ക് ചായ കൊടുത്തിട്ടുണ്ട്. അല്ലേ, ചായ ഒരു ലക്ഷ്യം അടിപൊളിയാണ്. എൻ്റെ മോൻ ഉണ്ടാക്കിയിട്ട് പറയില്ല. ഇനി നമ്മൾ പാക്കിങ്ങിന്റെ സെക്ഷനിലേക്ക് കടക്കാൻ പോകുന്നു കേട്ടോ. കാരണം എനിക്ക് പട്ടാമ്പിക്ക് പോകേണ്ട സമയമായിരിക്കുന്നത്. ഏകദേശം നമുക്ക് 11 മണിക്കാണ് ട്രെയിന് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഇവിടുന്ന് ഒരു 7 മണിക്ക് പോയിട്ട് 8 മണിക്ക് അവിടെ എത്തുന്ന രീതിക്കാണ് ഞാൻ പോണത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇനി പാക്കിംഗ് ഒക്കെ കിടക്കട്ടെ. അങ്ങനെ ഏകദേശം നമ്മളെ കുറേ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ടൈം പാക്കിംഗ് ആണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആകെ കൊളാവും. ഞാനിങ്ങനെ ഓരോന്ന് അടക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ വിശദമായിട്ടൊന്ന് നോക്കി നോക്കട്ടെ, എവിടൊക്കെയാണ് എന്തൊക്കെ അബദ്ധം പറ്റിക്കണമെന്ന് അവർ കൊടുത്തല്ലോ. എല്ലാ സാധനങ്ങളും കൊടുത്തു വെച്ചിട്ടുണ്ട് ഏകദേശം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ക്യാമറയുടെ ബാറ്ററി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ഇന്ത്യക്കാരിയാണെന്ന് കാണിക്കാനുള്ള രേഖകളും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. അത് മറ്റേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, പാൻ കാർഡ്, അങ്ങനെ എല്ലാ കാർഡുകളും, പിന്നെ ഒരു ഡെബിറ്റ് കാർഡും കരുതി വെച്ചിട്ടുണ്ട്. അല്ലോ മറ്റേ പിന്നെ ഞാൻ ഒരു 3 കർച്ചീഫ് ഉണ്ട്. പിന്നെ മുഖമൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഫ്രഷ് വൈപ്പ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, പിന്നെ ഇതുണ്ട്. പിന്നെ കുറച്ച് ചെറുതായിട്ട് കുറച്ച് അങ്ങനെ ഇടണ്ട, അതിനുള്ളിൽ വേറെ എന്തൊക്കെയാ വെക്കാനുള്ളത്? ആക്ച്വലി ഗൈസ്, മൈ മമ്മി ഡസൻറ്റ് നോ ഹൗ ടു പാക്ക് എ ബാഗേജ് ഷിറ്റ്. പക്ഷെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. കാരണം കൊച്ചി പോയിട്ട് ശീലമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ടെൻഷനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ബുദ്ധി കിട്ടുന്നു. ഇതിപ്പോൾ ഞാൻ ടൂറ് പോകണമെങ്കിൽ മമ്മ ടൂറ് പോകണം, ടെൻഷൻ ആക്കുക. ഇതാ 30-40 ഒരു ക്ലെൻസിങ് മിൽക്ക് വേണം, സൺസ്ക്രീനും വേണം, പിന്നെ ഒരു ഹാൻഡ് ക്രീമും വേണം. ഹാൻഡ് ക്രീമൊക്കെ എന്നിട്ടൊന്നും തേക്കില്ല, വെറുതെ എടുക്കും. എല്ലാത്തിൻ്റെ കുറവ് വരുന്നുണ്ടായാൽ അതിന് വീട്ടാൽ മതി. ഞാൻ ശരിക്കും ചെറിയ കുട്ടികള് ടൂർ പോകുമ്പോ ഉമ്മാര് ഒരുക്കി തരില്ലേ എന്ന പോലെ കേട്ടോ ഇന്നുമോള്. എനിക്ക് ഞാൻ എവിടെ പോവാണെങ്കിലും ശരി, എനിക്ക് ഇന്നുമോളെ കാണണം. ഇപ്പൊ ഞാൻ ഒറ്റക്ക് പോകുമ്പോഴും ഇന്നുമോളില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. കാരണം ഞാന് പോണത് സൂറത്തേക്കാണ്. അവിടെ ഒരു പ്രൊമോഷൻ വർക്കിനാണ് പോണത്. ഞാൻ ഇന്നുമോളില്ലാതെ എവിടെയും പോയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അതിന്റെ ടെൻഷൻസ് നന്നായിട്ടുണ്ട്. ഇന്നുമോളും പറയും, ഇന്നുമോള് ടൂർ പോവാണെങ്കിലും മറ്റേ ഇന്നുമോൾ ടൂർ പോവാണെങ്കിലും ഒക്കെ ഇന്നുമോൾക്കാണ് പണിയുന്നത്. അത് അങ്ങനെ സത്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ഏകദേശം നമ്മള് ചപ്പാത്തിയൊക്കെ പാക്ക് ചെയ്തു, ബീഫൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഡ്രസ്സും പാക്ക് ചെയ്തു കേട്ടോ. അപ്പൊ ഏകദേശം ഒക്കെ ഓക്കെ ആയെന്ന് തോന്നുന്നു. ഇനി ഞാൻ കുറച്ച് എന്തെങ്കിലും കഴിക്കട്ടെ. ഇനി നമ്മൾ പോയിട്ട് നമ്മൾ എന്നാ ഒരു വെള്ളി ശനിയൊക്കെ ആവില്ലേ നമ്മൾ വീട്ടിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫും ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്. ഇതൊക്കെ കഴിക്കട്ടെ. ഇനി എന്നാവോ നമ്മൾ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഒരു നമ്മുടെ വീട്ടിലത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റുക. അത് ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനും ഉണ്ട്. പക്ഷെ നമുക്ക് ജോലി ചെയ്യാൻ നമുക്ക് പോയല്ലാതെ പറ്റില്ല. ജീവിതം മുന്നോട്ട് തന്നെ പോകണ്ടേ.
ഞാൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ മുമ്പേ കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഫ്രിഡ്ജ് വെച്ച ദിവസം ദോശ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ. സോ ഗൈസ്, ദോശമാവ് ഞാൻ അവിടെ കുഴച്ചരച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൊന്തൂലെന്ന് എനിക്കറിയാൻ പാടില്ല. പൊന്തിയ നാളെ ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ പുട്ട്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഷൂ ആണ് കേട്ടോ. ഈ ഷൂവിന് നല്ല കട്ട ഹീലുണ്ട്. അപ്പൊ ഒരു ഹീലിട്ട ചെരുപ്പിട്ടിട്ട് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ ഇത് ഷൂവിന് ഷൂ ആയി, ഹീൽസിന് ഹീൽസും ആയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റുഡിയോയിൽ 999 രൂപയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ അമ്മ ഇതിനകത്ത് പോയിട്ട് വരാം. ഓക്കെ, ഈ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഞാൻ പോണെങ്കിൽ എൻ്റെ കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. സായിക്കുട്ടിയെ സായിക്കുട്ടിയെ എന്ന് വിളിക്കുന്ന വിളി കേൾക്കേണ്ടിയില്ല. അതുകൊണ്ട് ആള് ഭയങ്കര ഹാപ്പിയാണ്. ഓൻ്റെ മുഖം കണ്ടിട്ട് ആ തെറ്റിദ്ധരിക്കണ്ട. ചിരിച്ചേടാ. അപ്പൊ ഇനിയോ അമ്മ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ, നല്ല മുടുക്കലായി നിൽക്കണം. ഇതിന് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഇതിന് വേണ്ട പൊന്ത് കിട്ടും കാണാൻ തിരിച്ചു വരുമ്പോ. അന്ന കുടുംബം ഏൽപ്പിച്ചിട്ട് ഞാൻ പോണത് ഒക്കെ ഭംഗിയിട്ട്. അല്ല കുടുംബിനേറ്റേ അവരാണ് ചാനൽ വീഡിയോ കൊടുണ്ടു. ശരി, നമ്മൾ പോയിട്ട് വരാം. നമുക്ക് പട്ടാമ്പിയിലാണ് ട്രെയിൻ കേട്ടോ. അതുകൊണ്ട് പട്ടാമ്പിക്ക് ഞാൻ പോവാൻ നിൽക്കാണ്. ഓട്ടോ വന്നിട്ടുണ്ട്. കുട്ടികൾ ഇവിടെ ഞാൻ അപ്പാർട്ട്മെന്റിലാക്കിയിട്ടാണ് പോണത് കേട്ടോ. ഇവിടെ സേഫ് ആണ്, ഇവിടെ ഒരു പ്രശ്നമല്ല. കുട്ടികളെ സേഫ്റ്റി അല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ട് പോകില്ലല്ലോ. ഇപ്പൊ എക്സാമിന്റെ സമയമൊക്കെ ആയ കാരണം കൊണ്ട് സായിക്കുട്ടിക്കാണെങ്കിലും ഇന്നുമോൾക്കാണെങ്കിലും കോളേജ് സ്കൂളൊന്നും വിട്ട് മുടക്കി നിൽക്കാനും പറ്റത്തില്ല. പിന്നെ ആരെങ്കിലും കൂടെ കൊടുത്ത് നിർത്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളും ആയ കാരണം കൊണ്ട് അതും നിർത്താൻ പറ്റാത്ത അവസ്ഥയായ കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇന്നുമോൾക്കാണെങ്കിൽ അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളും എല്ലാതും മാനേജ് ചെയ്യാനും ഒക്കെ അറിയാം. അപ്പൊ അവരവിടെ സേഫ് ആണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ല. അമ്മച്ചി പറഞ്ഞ റെസിപ്പിയിൽ ഞാൻ ബീഫെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നൊന്നും കഴിച്ചെങ്കിൽ പറയണം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബീഫ് അടിപൊളിയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു പീസ് കഴിച്ചേക്ക്. നല്ല ഒരു കൈ ഒറ്റ ഒന്ന് എടുക്കാം, ഞാൻ എടുത്തുതരാം. അമ്മച്ചി എടുത്തു തരും. ഇതിപ്പോ തൊട്ട പിന്നെ എടുക്കുക. അത് ഇത് കാണണ്ട. കഴിച്ചേക്കൊക്കെ ഞാൻ വാപ്പ കവറിൽ കുറേ സാധനമൊക്കെ കണ്ട് ഉണ്ടാക്കി വെച്ചേക്ക് വാപ്പ. വോ, അതുകൊണ്ടാ നീ ഒന്നും കണ്ടില്ല ഇതൊന്നും. ഇതൊന്നും അതൊക്കെ ആദ്യമൊക്കെ ഇരിക്കാണ്. അപ്പൊ ബ്രെഡും ജാമൊക്കെ വാപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് ഞാൻ 2 സാധനം ഞാൻ കൊണ്ടുപോകേണ്ട സാധനം ഡാർക്ക് ഫാൻറ്റസി കഴിച്ചോ? ആ, നിങ്ങൾക്ക് ഇത് യൂസ് ഇട്ടിട്ട് കൊടുക്കാം. ഞാൻ അപ്പം ഇത് ബനാന ഉണ്ട് വെച്ചോളൂ ഡാഡി. ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോയി. ഡാഡി കുറേ ഡാർക്ക് ഫാൻറ്റസി ഉണ്ട് കണ്ടോ. എന്താ വാപ്പാനെ ഉപദേശിക്കുന്നുണ്ട് മച്ചി. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. 2 ദിവസം ഉണ്ട്, 2 രാത്രിയും പകലുണ്ട്. ഞങ്ങൾക്ക് തിന്നാൻ തന്നെ, ഞങ്ങൾക്ക് വിശക്കൂലേ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 മണിയായപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു 11:15 ട്രെയിന് വരുന്നത്. ഞങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ ഗുജറാത്തിലേക്കുള്ള വണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അയ്യോ കറണ്ട് പോയി ഗായ്സ്. നല്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറണ്ട് പോയത്. കറണ്ട് വന്നോ? ഇങ്ങനെ കറണ്ടൊക്കെ പോകില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. കറണ്ടേ വന്നാൽ മതി. ട്രെയിൻ വരുമ്പോൾ നമ്മൾ ഓടേണ്ടി വരുമോ പാപ്പാ? ഓടേണ്ടി വരുമോ ട്രെയിൻ കിട്ടാൻ? ചിലപ്പോൾ അങ്ങോട്ട് നീങ്ങേണ്ടി വരും. ഏകദേശം ബാക്കൊക്കെ അങ്ങോട്ട് നീങ്ങേണ്ടി വരും ചിലപ്പോൾ. നോക്കാം. ബേക്കറി നോക്കി ഡ്രൈവർമാര് ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് മുന്നൊക്കെ കയറ്റി നിർത്തും. ചിലപ്പോൾ ഇറക്കി നിർത്തുമോ? കാരണം 18 കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിന് കുറച്ച് വളവായതുകൊണ്ട് ബാക്കത്തെ കാണാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഗാർഡ് പച്ച സിഗ്നൽ കൊടുക്കണം. അപ്പൊ അവർ നോക്കിയാൽ കാണാൻ വേണ്ടി കയറ്റി നിർത്തിയാല്. അപ്പൊ കയറ്റി നിർത്തിയാണ് ഇപ്പൊ നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ കാൽക്കുലേഷൻ എത്രത്തോളം ശരിയാവും നോക്കി വെക്കാം. കഴിഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് നമുക്ക് പോകാൻ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രെയിനിന് എനിക്ക് പേടിയൊന്നുമില്ല. നമ്മൾ വർക്കല ട്രിപ്പിൽ ഞാൻ ബസ്സിൽ കയറിയിട്ട് പേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോ ബസ്സിന്റെ സ്പീഡ്, ഓട്ടോയുടെ സ്പീഡ്, ഇതൊന്നും എനിക്ക്
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ട്രെയിൻ ഇച്ചിരി സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ ഒരു പേടിയില്ല. നമ്മൾ ഇങ്ങനെ കോളേജ് പഠിച്ച സമയത്ത് നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഡൽഹിക്ക് ട്രിപ്പ് പോയിരുന്നില്ലേ. അപ്പൊ അങ്ങനെ ട്രിപ്പ് പോയിട്ട് എനിക്ക് ട്രെയിനെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നത് വാപ്പാക്ക് താഴത്തെ ബെർത്തും എനിക്ക് മിഡിലത്തെ ബെർത്തും ആയിരുന്നു കേട്ടോ. അപ്പൊ വാപ്പ എനിക്ക് താഴത്തെ ബെർത്ത് തന്നു. എനിക്ക് ഇനി മിഡിലത്തെ ബെർത്ത് കിടന്നിട്ട് എനിക്ക് ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് ബെഡ്ഷീറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വിരിച്ച് സെറ്റ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി അടുത്ത വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ.